ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് 1/5 പ്ലസ് 2/5 അങ്ങനെ 5/5 വരെയുള്ള സമ്മിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ അതിന് നമുക്ക് ഇൻഡിവിജ്വൽ റിമൈൻഡേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ 1/5നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/5 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ റിമൈൻഡർ എന്നുള്ളത് 1 ആയിരിക്കും വരിക. 2/5 നമുക്കറിയാം 32 ആണ്, 4ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ റിമൈൻഡർ 0 ആയിരിക്കും വരുന്നത്. എഗെയിൻ അടുത്തത് 3/5 ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 3 4നേക്കാൾ 1 ലെസ് ആണ്. സോ നമുക്ക് നെഗറ്റീവ് റിമൈൻഡർ ഉപയോഗിക്കാം. സോ 3 4നേക്കാൾ ലെസ് ആയതുകൊണ്ട് റിമൈൻഡറിനെ നമുക്ക് -1 എന്ന് എഴുതാം. സോ -1/5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ -1/5 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പറിന്റെ ഓഡ് പവർ വന്നാൽ എഗെയിൻ നെഗറ്റീവ് ആണ്. സോ നമുക്ക് റിമൈൻഡർ വരുന്നത് -1 ആണ്. ഇനി നെക്സ്റ്റ് 4/5 4ന്റെ പവേഴ്സ് ആണ്. സോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്നുള്ളത് 0 ആണ് വരുന്നത്. എഗെയിൻ 5/5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്നുള്ളത് 4നേക്കാൾ 1 കൂടുതലാണ്. സോ റിമൈൻഡർ വരുന്നത് 1 ആണ്. സോ 1/5/4 1/5 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ റിമൈൻഡർ വരുന്നത് 1 ആണ്. ഇനി നമുക്ക് ഇതിനിടയിലുള്ള ഓപ്പറേഷൻസ് അഡീഷൻ ആണ്. സോ കിട്ടിയിരിക്കുന്ന റിമൈൻഡേഴ്സ് നമ്മൾ ആഡ് ചെയ്താൽ മതി. സോ നമുക്കിവിടെ വന്നിരിക്കുന്ന റിമൈൻഡേഴ്സ് ഒന്ന് 1 പ്ലസ് ബാക്കി 0 -1 പ്ലസ് 0 എഗെയിൻ +1. സോ നമുക്ക് ടോട്ടൽ റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം എടുത്തു കഴിഞ്ഞാൽ വരുന്നത് 1 ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ.